ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് അധികം ചേരുവകളൊന്നും ഇല്ല, വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവ വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി പലഹാരവും കൂടി ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. ശരി, വേഗം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ടൊരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം, മുന്തിരി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അതായത് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ശർക്കരൻ്റെ പൊടിയാന്ന് ഇട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ ഒന്ന് അലിയിച്ചിട്ട് കട്ടിയിൽ അലിയിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ പൊടിയാതിൻ്റെ പേരിൽ ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. പൊടിയായതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഈ തേങ്ങയും ഈ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് നല്ല കുറുകിയിട്ട് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം കുറുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. നമ്മുടെ തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാരറ്റാണ്. ഇടത്തരം വലിപ്പമുള്ളൊരു ക്യാരറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ച് മാറ്റാം. ക്യാരറ്റൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് വരാം. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. അതിലോട്ടൊരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റായിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ചക്കുത്ത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ചേർത്ത നെയ്യ് മാത്രമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇത് ലൈറ്റായിട്ട് ഒന്ന് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പത്തിരി പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലായിട്ട് വരുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചൂട് ആറാൻ അനുവദിക്കുക. ഇളം ചൂടാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒന്നും കൂടി ഇത് മിക്സാക്കി കൊടുക്കുക. ഈ അരിപ്പൊടി നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടണം. ഇങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാനിൻ്റെ തീ ഓഫാക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു നെല്ലിക്കായുടെ കുറച്ച് വലുപ്പത്തിൽ, അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ബോളാക്കി എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് ചൂട് ഇളം ആറിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വെള്ളം വെച്ചിട്ടാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം വേണം അത്രയും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പുറത്ത് വരാത്ത വിധത്തിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം ഗീയോ ഓയിലോ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ക്രാക്കൊന്നും ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതുപോലെ ആക്കിയെടുത്തിട്ട് കൈയിൻ്റെ പാമ്പ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ ഈ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചിരവ അത് ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. ഞാൻ ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുകയാണ്. കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ ചുറ്റിലും ഇതേപോലെ ഡിസൈനാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇങ്ങനെ സ്ക്വയറായിട്ട് ഡിസൈനാക്കി കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ ഒന്നും കൂടി ഹോളാക്കി കൊടുക്കാം.
ഇങ്ങനെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനിൽ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും, നമുക്കൊരു സന്തോഷവും കിട്ടും. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരും കൂടി കഴിച്ചോളും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്യാൻ വെക്കണം. സ്റ്റീമറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ചായയുടെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ല എണ്ണയില്ലാത്ത ഹെൽത്തി ഒരു പലഹാരമാണ്. തീർച്ചയായും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.